നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ജനങ്ങളെ ഏറ്റവും സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമമായി മാറുമ്പോൾ ഓരോ സിനിമകളും റിലീസ് ചെയ്യുന്നതിന് മുമ്പ് സമൂഹ മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ച് പ്രത്യേകമായ ചില അഭിമുഖ പരിപാടികൾ നടത്തുക ഇപ്പോൾ നമ്മുടെ സിനിമാക്കാരുടെ സ്ഥിരം പതിവാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്ന എല്ലാവരും തന്നെ അടിസ്ഥാനപരമായി മാധ്യമപ്രവർത്തനം പഠിച്ചവരോ അതല്ലെങ്കിൽ മാധ്യമ പരിചയമുള്ളവരോ ഒന്നും തന്നെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ നിരന്തരമായി വിവാദങ്ങൾ ഉയരാറുണ്ട്. ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ പലപ്പോഴും വെറും വ്യക്തിപരമായ രീതിയിലായിരിക്കും. വന്നിരിക്കുന്ന ആളുകളെ കളിയാക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ അവിടെ അതിഥിയാവുന്നിരിക്കുന്ന സിനിമാ പ്രവർത്തകർ തന്നെ തിരികെ മാധ്യമപ്രവർത്തകരോടെയാണ് ഇതേ രീതിയിൽ പെരുമാറുന്നത് നമ്മൾ പലപ്പോഴും കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച ഒരു യൂട്യൂബറോട് മലയാളി കൂടിയായ നടി ഗൗരി കൃഷ്ണൻ, അവർ തമിഴ് സിനിമയിലെ നായികയായിട്ടാണ് അഭിനയിക്കുന്നത്. ആദേശ് എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ചെന്നൈയിൽ വാർത്താസമ്മേളനം വിളിച്ചിരുന്നത്. അവർ അതിന് ചുട്ട മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ മാധ്യമപ്രവർത്തകൻ സിനിമയിലെ നായകനോടാണ് ചോദിച്ചത് ഈ നായികയുടെ ശരീരഭാരത്തെക്കുറിച്ച്. സാമാന്യം വണ്ണമുള്ള ഒരു ശരീരപ്രകൃതിയാണ് അവരുടേത്. ഇതിന് കൃത്യമായ മറുപടി പെട്ടെന്ന് തന്നെ ഗൗരി കൃഷ്ണൻ പറയുകയായിരുന്നു. എൻ്റെ ശരീരത്തിന് വണ്ണം കൂട്ടണോ കുറയ്ക്കണോ ഒക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അതല്ല നിങ്ങളെ നായകൻ്റെ അടുത്തല്ലേ ചോദ്യം ചോദിക്കേണ്ടത് എന്നാണ് അവർ മറുപടി പറഞ്ഞത്. ഇപ്പോൾ സ്ത്രീകളെ ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ സജീവമാണ് എന്നുള്ള ഈ ഒരു വിഷ്വൽ തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ഗൗരി കൃഷ്ണനോട് ഇയാൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ തന്നെ അവിടെ കൂടിയിരിക്കുന്ന സിനിമയുടെ സംവിധായകനോ നായകനോ ഒക്കെ തന്നെ അവർ ആരും ഒന്നും മിണ്ടുന്നില്ല. അവരെല്ലാവരും ഏതാണ്ട് ആസ്വദിക്കുന്ന രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ നടി വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇതിന് മറുപടി നൽകിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയത്തോളം ഗൗരി കൃഷ്ണൻ മാധ്യമപ്രവർത്തനമൊക്കെ തന്നെ പഠിച്ച ഒരു വ്യക്തിയാണ്. പ്രശസ്തമായ സർവകലാശാലയിൽ നിന്നാണ് അവർ ജേർണലിസം പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു മാധ്യമപ്രവർത്തകർ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായ ധാരണയുള്ള ആൾ തന്നെയാണ് ഈ കലാകാരി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലാകട്ടെ എല്ലാവരും അവർക്ക് ഇപ്പോൾ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം ഒരു വ്യക്തി, അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഒക്കെ തന്നെ ഈ ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ കളിയാക്കുന്നതൊക്കെ പണ്ടത്തെ രീതിയാണ്. ഇന്ന് അതിനൊക്കെ അതീതമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ചെന്നൈയിലായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവിടെയുള്ള തമിഴ് മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ തമിഴ് യൂട്യൂബർമാരായിരിക്കാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചത്. കേരളത്തിലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ പലപ്പോഴേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊണ്ടും കൊടുത്തുമൊക്കെ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്രയും മോശമായ രീതിയിൽ ഒരു കലാകാരിയോട് പെരുമാറുന്നത്, അത് മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഈ സിനിമയുമായി ബന്ധമില്ലാത്ത വ്യക്തിപരമായ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് മര്യാദകേടാണ് എന്ന് തന്നെയാണ് ഈ നടി ആ യൂട്യൂബറോട് പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഗൗരി കൃഷ്ണൻ ഒറ്റയ്ക്ക് നിന്നാണ് ഈ യൂട്യൂബറോട് അയാളുടെ കൂടെയുള്ളവരോടും തർക്കിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി പോലും അവരെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. കാരണം ലോകം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. അങ്ങനെ ആൺപെണ്ണ് വ്യത്യാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. അതുപോലെ ഈ ശരീരത്തെക്കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. വേഷവിധാനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും വലിയ ഒരു മാറ്റം സംഭവിച്ച ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഈ അബദ്ധ ചോദ്യങ്ങൾ ചോദിക്കുകയും അവിടെ ഇരിക്കുന്ന ആളുകളെ അപമാനിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഈ വ്യക്തിപരമായ ഒരു അധിക്ഷേപങ്ങൾ തോർത്ത് വിടുന്നതൊക്കെ തന്നെ ഒരിക്കലും ഒരു മാധ്യമധർമ്മം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവർ പലരും മാധ്യമപ്രവർത്തകരല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ മാധ്യമ പശ്ചാത്തലമോ മാധ്യമ വിദ്യാഭ്യാസമോ നടത്തിയിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ ഇവരിൽ പലരും. പക്ഷേ ഒരു സ്ത്രീയോട് ഇത്തരത്തിലൊരു പൊതുവേദിയിൽ വെച്ച് ഇമാതിരി സംസാരിക്കുക എന്ന് പറയുന്നത് ശുദ്ധ മര്യാദകേട് തന്നെയാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനും കഴിയുകയില്ല. എന്തുകൊണ്ടാണ് നടിമാരോട് മാത്രം നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്? നായകന്മാരോട് അവരുടെ ശരീരഭാരം എത്രയാണെന്ന് നിങ്ങൾ ചോദിക്കുമോ? ഇതൊട്ടും തമാശയല്ല. ബോഡി ഷേമിങ് നോർമലൈസ് ചെയ്യരുത്. സിനിമയെക്കുറിച്ചോ എൻ്റെ കഥാപാത്രത്തെക്കുറിച്ചോ ഒരു ചോദ്യവുമില്ല. എൻ്റെ ശരീരഭാരം അറിയാനാണ് നിങ്ങൾ ഈ ചോദ്യം മുഴുവൻ ചോദിക്കുന്നത് എന്നാണ് ഈ നടി തിരിച്ചടിച്ചത്. അങ്ങനെ തന്നെയാണ് അത് പറയേണ്ടതും. പണ്ട് നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ അസാമാന്യമായ പൊക്കവും സൗന്ദര്യവും നിറവും ഒക്കെ വേണമെന്ന് വാശി പിടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ സിനിമയിൽ അഭിനയിക്കാനും കഴിയുമായിരുന്നുള്ളൂ. അത്രയും അവരുദ്ദേശിക്കുന്ന ഗ്ലാമറില്ലാതെ അഭിനയിക്കാനെത്തിയ ഒരുപാട് പേരെ ഇത്തരത്തിൽ അന്നത്തെ സമുദായന്മാരും ചലച്ചിത്ര പ്രവർത്തകർക്ക് അപമാനിച്ചു വിട്ട എത്രയോ സംഭവങ്ങളുണ്ട്. അങ്ങനെ അപമാനിച്ചു വിട്ട എത്രയോ പേർ പിൽക്കാലത്ത് വലിയ സൂപ്പർ താരങ്ങളായി മാറി എന്നുള്ളത് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആരെയും ബോഡി ഷേമിങ് നടത്തി നിങ്ങൾ മോശക്കാരാണ്, നിങ്ങളുടെ ശരീരം കൊള്ളില്ല, നിങ്ങൾക്ക് വണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം സൗന്ദര്യമില്ലാത്തതാണെന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ശുദ്ധ ഭോഷ്കാണ്. അതൊന്നും ഒരിക്കലും ഒരു പൊതുസമൂഹം, ഇന്നത്തെ വളർന്നു വരുന്ന പുതിയ നമ്മൾ ജെൻസി എന്ന് പറയുന്ന പുതിയ തലമുറ ഒരിക്കലും ഇതൊന്നും തന്നെ അംഗീകരിക്കില്ല. കാരണം ഇപ്പോഴാരും ഈ സൗന്ദര്യം നോക്കി അല്ലെങ്കിൽ ബാഹ്യ സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്തൊരു തലമുറയാണ് ഇവിടെ ഇപ്പോൾ വളർന്നു വരുന്നത് എന്നുള്ള കാര്യം പോലും ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് വേണം കരുതാൻ. തൻ്റെ ചോദ്യം ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണെന്നൊക്കെയാണ് ഈ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ് തടിതപ്പാൻ നോക്കിയത്. എന്നിട്ടും നടി വിട്ടില്ല. അവർ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. വളരെ ശക്തമായ തോതിൽ തന്നെയാണ് പ്രതിഷേധിച്ചത്. ഇത് നമ്മുടെ നാട്ടിലെ ഓരോ
പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകളും കണ്ടുപഠിക്കേണ്ടതാണ്. നിങ്ങളെ ആരെങ്കിലും ഇത്തരത്തിൽ ബോഡി ഷേമിംഗ് നടത്തുകയും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രം ചോദിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ഇമാതിരി തന്നെ തിരിച്ചടിക്കുന്നത് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഭാവിയിലും അവർക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ ഭാവിയിൽ അവർക്ക് പ്രേരണയാകേണ്ടി വരുന്നത്. എന്നാലും നമ്മുടെ സിനിമാ രംഗത്തൊക്കെ തന്നെ ഇത്തരം സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എങ്ങോ പോയി മറഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് കളിയാക്കി ഇരട്ടപ്പേരിട്ട് വിളിച്ചിരുന്ന പല നടന്മാർ പോലും പിൽക്കാലത്ത് നായകന്മാരായി വലിയ വലിയ പുരസ്കാരങ്ങൾ നേടി നമ്മുടെ നാടിൻ്റെ അന്തസ്സ് ഉയർത്തിയ കാര്യം ഇവരാരും അറിഞ്ഞിരിക്കില്ല. ഒരാൾക്ക് ഭാരം കൂടുതലാണോ കുറവാണോ എന്നുള്ളതല്ല, അയാൾ ഏൽപ്പിച്ച ജോലി, അതായത് അഭിനയം, അയാൾ എങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതുപോലെ ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നവരെ സത്യത്തിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ഈ പെൺകുട്ടികൾ ചെയ്യേണ്ടത്.